welcome to Simis Nadan kitchen. ഞാൻ സിമി. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. എല്ലാവരും ക്രിസ്മസ് ഒക്കെ നല്ല കാര്യമായിട്ട് അടിച്ചു പൊളിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കക്കയിറച്ചി ഫ്രൈ ആണ്. അപ്പോൾ കൊച്ചി സ്റ്റൈലിലാണ് ഞാൻ കക്കയിറച്ചി ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഞാനിവിടെ 1 കിലോ കക്കയിറച്ചിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കക്കയിറച്ചിയുടെ ഈ ഒരു ഭാഗത്ത് ഒരു കറുത്തിട്ടൊരു ഭാഗം കാണും. അതിനെ ഇങ്ങനെ ഞെക്കി കൊടുക്കുക. ഞെക്കി കൊടുക്കുമ്പോൾ ആ കറുത്ത ഭാഗം ഇങ്ങനെ പുറത്തേക്ക് വരും. അങ്ങനെ എടുത്തു കളയും. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് അത് വരുന്നത്. അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പുറത്തോട്ട് വരും. അതിൻ്റെ ഉള്ളിൽ മണ്ണൊക്കെ ഉണ്ട്, അതിൻ്റെ വേസ്റ്റാണത്. അത് എടുത്ത് കളയണം. അത് എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര മണ്ണ് ചോദിക്കും. ചില ആൾക്കാരൊന്നും അത് കളയാറില്ല. അത് ശരിക്കും കളഞ്ഞിട്ട് തന്നെ വേണത് ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഈ കക്കയിറച്ചി അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കോരി വേണം എടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിറച്ചും മണ്ണുണ്ടാവും. അപ്പോൾ നമ്മൾ ചെരിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ കഴുകുന്ന പോലെ കഴുകുകയെന്നുണ്ടെങ്കിൽ ആ മണ്ണ് പോകത്തില്ല. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ കോരി എടുക്കുക. അപ്പോൾ ആ മണ്ണങ്ങ് പൊക്കോളും. ഇനി കക്കയിറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. കക്കയിറച്ചിക്കകത്ത് നല്ലപോലെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഞാനിത് കക്കയിറച്ചിയുടെ ലെവലിലാണ് വെള്ളം ഒഴിച്ചേക്കണത്. സ്റ്റൗ ഓൺ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഇപ്പോൾ തന്നെ ചേർക്കാം. പക്ഷെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. എനിക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഇനി ഇതിൽ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, പിന്നെ 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 10 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളകൊക്കെ എടുക്കുമ്പോൾ എരിവിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ വറ്റൽമുളകിന് എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ 10 ഇട്ടിരിക്കുന്നത്. ഇനി ഈ ഉള്ളിയും വറ്റൽമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി വെളുത്തുള്ളി ഇടുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും കൂടെ ചതക്കണം ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചിട്ട് വരട്ടെ. ഉള്ളിയും വറ്റൽമുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നതാണ്. അപ്പോൾ കക്കയിറച്ചിക്കകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തിടാം. ഇനി കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിന് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ചേർക്കാം. ഈ ഉള്ളിയും വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ ഒരു പച്ച ചുവ മാറണം. അതുവരെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങ് ബ്രൗൺ കളറൊന്നും ആകുമൊന്നും വേണ്ട കേട്ടോ. ഉള്ളിയും വറ്റൽമുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ചേർക്കാം. കക്കയിറച്ചി ചേർത്തിട്ട് ഒന്ന് ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. കക്കയിറച്ചി ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കണ പോലെ സൗണ്ട് കേൾക്കും. അപ്പോൾ കയ്യിലൊന്നും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതെല്ലാം നല്ല കരിഞ്ഞു പോകും. അപ്പോൾ കക്കയിറച്ചി എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ആ കക്കയിറച്ചിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞു. നല്ലപോലെ വിട്ട് കിടക്കുമോ ഇതൊക്കെ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കക്കയിറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട്.
ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.